إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والفجر وليال عشر ഏറ്റവും സ്നേഹാദരണിയായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകത്തിന്റെ സൃഷ്ടാവും നേതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളാവാൻ ശ്രമിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ എപ്പോഴും നിരന്തരമായി കൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കേണ്ടവനാണ്. അതിന് കാലവ്യത്യാസമില്ലാതെ ഇന്ന സമയമില്ലാതെ നിരന്തരമായി കൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കേണ്ടവനാണ് വിശ്വാസി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ആ ഉറപ്പ് നിനക്ക് വന്നെത്തുന്നത് വരെ നീ അല്ലാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. ആ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ആ മരണമാകുന്ന ആ യാഥാർത്ഥ്യം അത് വരുന്നത് വരെ നീ അല്ലാഹുവിനെ നിരന്തരമായി കൊണ്ട് ഇന്ന ദിവസമെന്ന വ്യത്യാസമില്ലാതെ ഇന്ന സമയമെന്ന വ്യത്യാസമില്ലാതെ നിരന്തരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സമയം, ഈ ഒരു ആയുസ് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ അനുഗ്രഹവും ഏറ്റവും അമൂല്യവുമായതാണ്. അതിനാൽ ഒഴിവ് കിട്ടുന്ന സമയം നമ്മുടെ സമയം നമ്മൾ നന്മയിൽ ചെലവഴിക്കുവാൻ വേണ്ടി സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിരന്തരമായി കൊണ്ട് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി, നന്മകൾ ചെയ്യുവാൻ വേണ്ടി നാം കൃത്യമായ ഒരു സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിരന്തരമായ അല്ലാഹുവിന്റെ ആരാധിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തരമായി കൊണ്ട് ഒരു ദിവസം 5 നേരം കൃത്യമായി നിർബന്ധമായി കൊണ്ട് നമസ്കരിക്കേണ്ടവനാണ്. അതിനു പുറമെ ഐച്ഛികമായ നമസ്കാരങ്ങൾ, നോമ്പുകൾ, ദിക്റുകൾ, ദുആകൾ, അങ്ങനെ അല്ലാഹുവിനോട് നിരന്തരമായി അടുത്തുകൊണ്ടിരിക്കുന്നവനാണ്. അതിന് മാസങ്ങളുടെ വ്യത്യാസമില്ല, ദിവസങ്ങളുടെ വ്യത്യാസമില്ല, ഇന്ന സമയമെന്നില്ല. അത് അല്ലാഹുവിനോട് നിരന്തരമായി കൊണ്ട് ഒരു ആരാധനയിലൂടെ റബ്ബുമായിട്ട് അടുക്കേണ്ടവരാണ് വിശ്വാസികളായ നാം. എന്നാൽ ചില ദിവസങ്ങൾക്ക്, ചില മാസങ്ങൾക്ക്, ചില സമയങ്ങൾക്ക്, ചില നിമിഷങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ രീതിയിലുള്ള പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ, ചില മാസങ്ങൾ അല്ലാഹു പവിത്രമാക്കിയിട്ടുണ്ട്. ആ പവിത്രമായ ദിവസങ്ങളെയും ആ പവിത്രമായ മാസങ്ങളെയും നാം
ആ ഒരു രീതിയിൽ അതിനെ ബഹുമാനിക്കുകയും അതിനെ ആ നിലക്ക് കണ്ടുകൊണ്ട് അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലൂടെ അല്ലാഹു രണ്ടാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഇദ്ദത്തുശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅതു ഹുറുമ ദാലിക ദീനുൽ ഖയ്യിമ فلا تظلموا فيهن أنفسكم قاتلوا المشركين كافة كما يقاتلونكم كافة. الله سبحانه وتعالى وعلم الله مع المتقين. الله പറയാണ് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ. അല്ലാഹുവിന്റെ അടുക്കൽ ആ മാസങ്ങളിൽ 12 മാസങ്ങളാകുന്നു അല്ലാഹുവിന്റെ അടുക്കൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ അള്ളാഹു അവന്റെ രേഖയിൽ 12 മാസങ്ങളാക്കിക്കൊണ്ട് കണക്കാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതിൽ മിൻഹാ അർബഅതു ഹുറും, ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ അത് പവിത്രമായ മാസങ്ങളാകുന്നു. അതാണ് ദാലിക ദീനുൽ ഖയ്യിമ, അതൊരു ചൊവ്വായ നേരായ മതമാകുന്നു, അള്ളാഹുവിന്റെ ദീനിൽ പെട്ട കാര്യമാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ആ ഒരു മാസത്തിൽ നിങ്ങൾ അക്രമം കാണിക്കരുത്, നിങ്ങളെ യുദ്ധം നിഷിദ്ധമാക്കിയ മാസമാണെന്നും പറയുന്നു. എന്നാൽ നമുക്കറിയാം ആ ഒരു മാസം എന്ന് പറയുന്നത് ഈ ഒരു പവിത്രമായ നമ്മൾ പ്രതീക്ഷിക്കുന്ന ദുൽഹിജ്ജ മാസം എന്നത് ഹജ്ജിന്റെ മാസം. അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ദുൽഹിജ്ജ ഹജ്ജിന്റെ മാസത്തിന് മുമ്പുള്ള ദുൽഖഅദ എന്ന മാസം, അതുപോലെ തന്നെ ഹജ്ജ് മാസം കഴിഞ്ഞാൽ ഇസ്ലാമിക് കലണ്ടറിലെ 1ാമത്തെ മാസമായ മുഹറം, പിന്നെ അതിനെ ഇടയ്ക്കുള്ള ഒരു മാസമായ റജബ്. ഇങ്ങനെ 4 മാസങ്ങളാണ് പവിത്രമായ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു മാസങ്ങൾ പവിത്രമായി കൊണ്ട് ആളുകൾ ആദരിച്ചു പോന്നിരുന്നു. ആ ഒരു മാസത്തിൽ യുദ്ധങ്ങൾ ഇല്ലാതെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ആളുകൾക്ക് ഹജ്ജ് ചെയ്യുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അന്നു മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ചില ആളുകൾ അതിൽ മാറ്റം വരുത്തി. യുദ്ധബുദ്ധിയന്മാരായിട്ടുള്ള ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ട് അതിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്ന മാസത്തിന് അവർ മറ്റു മാസങ്ങളിലേക്ക് അത് നീട്ടിവെക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ശക്തമായ രീതിയിൽ അതിനെ വിമർശിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ഒരു മാസങ്ങൾ അല്ലാഹു പവിത്രമായി അംഗീകരിച്ച നമുക്ക് ആ മാസത്തെ സത്യവിശ്വാസികളും അതേപോലെ ആ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. അതേപോലെ തന്നെ നമുക്കറിയാം പരിശുദ്ധ റമദാനിലെ മാസങ്ങളിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ആദരിച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ, ലോകത്തിലെ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, മാനവർക്ക് മാർഗദർശനമായ ആ ഖുർആൻ അവതരിപ്പിച്ച, വ്യക്തമായ രീതിയിൽ മനുഷ്യർക്ക് മാർഗദർശനമായ ആ ഖുർആൻ അവതരിച്ച ആ മാസത്തിന്റെ പവിത്രത, അതിന്റെ പോരിശ, അതിന്റെ പുണ്യങ്ങൾ നാം മനസ്സിലാക്കിയവരാണ്. അങ്ങനെ ആ ഒരു മാസത്തിനുള്ള പവിത്രത, അതുപോലെ തന്നെ ആ മാസത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ദിനം, ഒരു രാത്രി, അതാണ് ലൈലത്തുൽ ഖദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ച ആ രാത്രി, ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിന്റെ ആ ഒരു നിർണയത്തിന്റെ രാത്രിയുടെ പവിത്രത എന്താണെന്ന് നിനക്ക് എന്തറിയാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, അത് 1000 മാസത്തേക്കാൾ വർഷങ്ങളുടെ പുണ്യങ്ങളുടെ അത്രയും പവിത്രത ആ ഒരു ഒറ്റ രാത്രിക്ക്, ആ ഒരൊറ്റ ദിവസത്തിന് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ദിവസത്തിന്, ചില മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നോക്കൂ, നമുക്കറിയാം നോമ്പിനെ, ആ ഒരു റമദാനിനെ സത്യവിശ്വാസികൾക്ക് നിർബന്ധമായി കൊണ്ടുള്ള ഒരു നോമ്പ്, അതിന് പുറമെ സുന്നത്ത് നോമ്പുകളുടെ ഐച്ഛികമായ നമുക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കുവാൻ, പ്രതിഫലം കിട്ടുവാൻ വേണ്ടിയിട്ടും
ജീവിതത്തിൽ സൂക്ഷ്മത അള്ളാഹുമായിട്ട് അടുക്കുവാനുള്ള ആ ഒരു കൃത്യമായ രീതിയിൽ ഐച്ഛികമായ നോമ്പുകൾ, അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഹറം മാസത്തിലെ നോമ്പ്, മുഹറം 9ഉം 10ഉം നാം നിർവഹിക്കാറുള്ള നോമ്പിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അഫ്ദലുസ് സിയാമി ബഅദ റമളാനി ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ, റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അല്ലാഹുവിന്റെ മാസത്തിലെ മുഹറം മാസത്തിലെ നോമ്പാകുന്നു എന്ന് പറഞ്ഞു. ഓരോ നോമ്പിന്റെയും സവിശേഷതകളായിക്കൊണ്ട്, സുന്നത്ത് നോമ്പുകളുടെ ശ്രേഷ്ഠതമായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഫ്ദലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി, ആ ഒരു 5 നേരത്തെ നമസ്കാരം നമ്മൾ അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്ന് പറയുന്നത് സ്വലാത്തുൽ ലൈലി, രാത്രി നമസ്കാരമാണ്. പലപ്പോഴായിക്കൊണ്ട് കഴിഞ്ഞ റമളാൻ കഴിഞ്ഞപ്പോൾ രാത്രി നമസ്കാരം നമ്മളിൽ പലരും മറന്നുപോയിട്ടുണ്ടാകും. അങ്ങനെ ഒരു കർമ്മം തന്നെ മറന്നുപോയിട്ടുണ്ടാകും. എന്നാൽ സത്യവിശ്വാസികളുടെ സ്വഭാവ, അവരുടെ വിശേഷ ഗുണങ്ങളായിക്കൊണ്ട് ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് അവർ രാത്രി നിന്ന് നമസ്കരിക്കുന്നവരാണ്. ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമായിക്കൊണ്ട്, ജീവിതത്തിലെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമായിക്കൊണ്ട് ആ ഒരു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക എന്നുള്ളൊരു മഹത്തായ ആ ഒരു വിശേഷണം സത്യവിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പക്ഷേ നമ്മൾ ആ കാര്യത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു കൃത്യമായ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നാടുകളിൽ വെച്ച് മക്കയുടെ പവിത്രത മനസ്സിലാക്കിയിട്ടുണ്ട്. മദീനയുടെ പവിത്രത, ഒരുപാട് നാടുകളിൽ വെച്ച് അല്ലാഹു ശ്രേഷ്ഠമാക്കിയ ആ പുണ്യമാക്കപ്പെട്ട ആ സ്ഥലങ്ങൾ. അതേപോലെ തന്നെ നമുക്കറിയാം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലെ ഇടങ്ങൾ, ഹബ്ബുൽ ബിലാദി ഇലല്ലാഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതാണത്? മസാജിദുഹാ, അവന്റെ മസ്ജിദുകളാണ്, അല്ലാഹുവിന്റെ ഭവനങ്ങളാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ നിർമ്മിക്കപ്പെട്ട പള്ളികളാണ്. അല്ലാഹുവിന് ഏറ്റവും ശ്രേഷ്ഠമായ നമ്മൾ ആ അല്ലാഹുവിന്റെ ഒരു വിശുദ്ധ ഭവനത്തിലാണ്, അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള പ്രാർത്ഥനകളുള്ള ആ ഒരു ഭവനത്തിലാണ് നാം ഇരിക്കുന്നത്. ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് അല്ലാഹു, പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അല്ലാഹു 3 പള്ളികൾക്ക് പ്രത്യേകമായ രീതിയിൽ ആ ഒരു സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പരിശുദ്ധ കഅബയാണ്, അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനമായ കഅബയാണ്. രണ്ടാമതായിക്കൊണ്ട് മസ്ജിദുൻ നബവിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭവനമായ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൾ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകി ഉണ്ടാക്കപ്പെട്ട ആ പരിശുദ്ധമായ മദീനത്തുൻ നബവി, മസ്ജിദുൻ നബവിയാണ്, മദീനയിലുള്ള ആ പള്ളിയാണ്. മസ്ജിദുൽ അഖ്സയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ, 3 പള്ളികളിലല്ലാതെ, ഈ ഒരു 3 പള്ളികൾക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര പോകരുത് എന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മുസ്ലിം സമുദായം പല ആളുകളും പല പള്ളികളിലേക്കും പല ജാറങ്ങളിലേക്കും പുണ്യയാത്രകൾ സംഘടിപ്പിക്കുകയാണ്, പല പള്ളികളിലേക്കും. എന്നാൽ ലോകത്തെ ഈ ഒരു 3 പള്ളി കഴിഞ്ഞാൽ ബാക്കി എല്ലാ പള്ളികൾക്കും തുല്യമായ സ്ഥാനമാണ് ഇസ്ലാമിലുള്ളത്. ഈ ഒരു 3 പള്ളികൾക്ക് പ്രത്യേകം ശ്രേഷ്ഠത എടുത്തു പറഞ്ഞു. അതിൽ ഹജ്ജിന്റെ ആ കർമ്മങ്ങൾ നടക്കുന്ന ആ കഅബയുടെയും പരിസരത്തെയും പ്രത്യേകമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായ രീതിയിൽ പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ തന്നെ പരിശുദ്ധമായി ചില ദിവസങ്ങളെ അല്ലാഹു ശ്രേഷ്ഠമാക്കി. ഞാൻ എൻ്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് വൽ ഫജ്ർ വലയാലിൻ അശ്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്ത് കൊണ്ട് പറഞ്ഞതായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. രാത്രിയുടെ ആ ഉറക്കിൽ നിന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു പ്രഭാതത്തെ പിടിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് അതിനുശേഷം പറയുകയാണ് വലയാലിൻ അശ്ർ, 10 രാത്രികൾ കൊണ്ട് തന്നെയാണ് സത്യം. ഈ ഒരു വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളിൽ ഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള ഈ ഒരു 10 രാത്രികൾ ഏതാണ്? ആ 10 രാത്രികൾ എന്ന്
നമ്മൾ വരാനിരിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെയാണ് ഈ ഒരു വിശുദ്ധമായ ഒരു രാത്രിയായിക്കൊണ്ട് ഖുർആനിൽ പറഞ്ഞത് എന്ന് ഖുർആനിന്റെ വിശദീകരണം നൽകിയ മഹാന്മാരായ മുഫസ്സിറുകൾ നൽകിയ വിശദീകരണത്തിൽ നമുക്ക് കാണാം. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദിവസത്തിലെ അമലുകളെ പ്രത്യേകം ശ്രേഷ്ഠമാക്കിക്കൊണ്ട് പറഞ്ഞു, ഖാല മൽ അമലു ഫീ അയ്യാമിൽ അശ്ർ. ഈ ഒരു ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിൽ ആദ്യത്തെ 10 ദിനത്തിലെ കർമ്മങ്ങൾക്ക് അഫ്ദലു മിനൽ അമൽ, മറ്റു ദിവസങ്ങളെ കർമ്മങ്ങളെക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു 10 ദിവസം നമുക്ക് വരാനിരിക്കുന്ന ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ആ ഒരു സമയത്തെ കർമ്മങ്ങൾ, എല്ലാ സൽക്കർമ്മങ്ങൾ അത് ഏറ്റവും ശ്രേഷ്ഠകരമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മുൻഗാമികളായ ആളുകൾ ഈ ഒരു ദിവസങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ച് അവർ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങനെ എല്ലാതരം സൽക്കർമ്മങ്ങളും ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമസ്കാരം വർദ്ധിപ്പിക്കാം, അതുപോലെ ദിക്റുകൾ, നോമ്പ്. എന്തുകൊണ്ട് ഈ ഒരു ദുൽഹിജ്ജ ഈ ഒരു 10 ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ ആ എല്ലാവിധ ആരാധന കർമ്മങ്ങളും ഒരുമിക്കുന്ന ഒരു ദിവസമാണ്, ഒരു സമയ ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത്. നമുക്കറിയാം ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളെ 5 കാര്യങ്ങളും, ആ ഒരു ഹജ്ജിന്റെ കർമ്മങ്ങൾ, നോമ്പ്, അതുപോലെ നമസ്കാരം, അങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും, ദാനധർമ്മങ്ങൾ എല്ലാം ഒരുമിക്കുന്ന ദിവസങ്ങളാണ് ഈ ഒരു ദുൽഹിജ്ജ 10 ദിവസങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രേഷ്ഠകരമായ ദിവസമാണ്. ഈ ഒരു ദിവസങ്ങളിൽ പ്രത്യേകമായ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ശിഷ്ടമായ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ, ഇനി വരുന്ന ആ ഒരു ദിവസങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ അതിനുവേണ്ടി ഒരുങ്ങുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ പ്രത്യേകമായി കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ, അറഫ ദിനത്തിലെ അറഫ നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഇല അൻ സൗമി യൗമി അറഫ. പ്രവാചകനോട് അറഫ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. കഴിഞ്ഞുപോയ വർഷത്തെ ചെറുപാപങ്ങളും അതേപോലെ വരാനിരിക്കുന്ന ഒരാളുടെ വർഷങ്ങളിലെ പാപങ്ങളും പൊറുപ്പിക്കപ്പെടുന്ന ഒരു നോമ്പാണ് അറഫ ദിവസത്തിലെ നോമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രത്യേകമായി കൊണ്ട് ആ ഒരു നോമ്പിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പഠിപ്പിച്ചു. അതുപോലെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ എല്ലാവിധ സൽക്കർമ്മങ്ങളും അധികരിപ്പിക്കുവാനും വേണ്ടി അത് കർമ്മങ്ങൾക്ക് ആ ഒരു ദിവസങ്ങളിൽ ശ്രേഷ്ഠതയുണ്ടെന്നും പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങൾ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ പരിശുദ്ധമായ ഒരു ഭവനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തിരിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഹജ്ജിന്റെ പ്രതിഫലത്തെ കുറിച്ച്, അത് നമ്മൾ ആഗ്രഹ ഒരു വിശ്വാസിയുടെ സ്വപ്നമാണ്. അതുപോലെ തന്നെ അതിന് കഴിവുള്ള ആളുകൾ, സാമ്പത്തികമായും ശാരീരികമായും വന്നെത്തിയ ആളുകൾ അത് നീട്ടിവെക്കാതെ അത് നിർവഹിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയതായിട്ട് നമുക്കറിയാം. അതിന് വലിയ ഒരു പ്രതിഫലമാണ്, അതൊരു ത്യാഗമാണ്. അതിന്റെ പിന്നിൽ ഒരു ത്യാഗ ചരിത്രമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു ത്യാഗ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ശരിയായ രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ആരെങ്കിലും തോന്നിവാസങ്ങളില്ലാതെ തമ്മാടിത്തരങ്ങളും ചെയ്യാതെ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ, ശരിയായ രീതിയിലുള്ള ഇഖ്ലാസോട് കൂടിയുള്ള ഹജ്ജ് നിർവഹിച്ചാൽ അതിന്റെ പ്രതിഫലം കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ചത്
പോലെയായിരിക്കും എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പാപരഹിതമായിരിക്കും അയാൾ. അത്രയും പ്രതിഫലമാണ്, അത്രയും മഹത്തരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ പ്രതിഫലമായി കൊണ്ട് പഠിപ്പിച്ചത്. വൽ ഹജ്ജു മബ്റൂറുൻ, ശരിയായ രീതിയിലുള്ള ഒരു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ലൈസ ജസാഉൽ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹു സ്വീകാര്യമായിട്ടുള്ള ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നീട്ടിവെക്കരുത് എന്നാണ് എന്നാൽ പ്രായാധിക്യം കാരണം ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് അവർക്ക് അവരുടെ മക്കൾക്ക് ചെയ്യാം. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയതായി കൊണ്ട് ഹദീസുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ആ ഒരു പരിശുദ്ധമായ മക്കയുടെ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയും നാം മനസ്സിലാക്കി. മക്കയിൽ വെച്ചുള്ള ആ ഒരു ഹറമിൽ വെച്ചുള്ള നമസ്കാരത്തിന് 1,00,000 പ്രതിഫലം, ഇരട്ടി പ്രതിഫലം അതിനുണ്ട് എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കി. എന്നാൽ മദീനയിലാണെങ്കിൽ അത് 1000 മടങ്ങ് പ്രതിഫലമാണ് ഉള്ളത് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കഴിവ് എത്തിയ ആളുകൾ അതിനുവേണ്ടി ഒരുക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിലുള്ള ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ നമ്മൾ ഈ ദിവസങ്ങളുടെ ഈ ഒരു വരുന്ന ദിവസങ്ങളുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നത്തെ ഒരു ജുമാ ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്ന സത്യവിശ്വാസിയുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവന്റെ ഒരു അനുഗ്രഹമാണ് ഈ ഒരു സമയം. നമ്മൾ ഈ ഒരു ദിവസത്തിലെ കുറച്ച് സമയം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ മാറ്റിവെച്ചതാണ്. ഏതായാലും നമ്മുടെ ദിവസത്തിൽ ഒരു നല്ലൊരു സമയം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ അത് നല്ല നിലക്ക് മാറ്റിവെക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടത്. പലപ്പോഴായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് പലപ്പോഴും ജുമാക്ക് നേരത്തെ വരിക എന്നുള്ളത്. പലപ്പോഴായിട്ട് നമ്മുടെ അലസത കാരണം പല കാരണങ്ങളാൽ കൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ പലപ്പോഴായിക്കൊണ്ട് അശ്രദ്ധ കാണിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഏതായാലും ആ ഒരു ബാങ്കിന്റെ സമയത്തിന് കുറച്ച് മുമ്പ്, ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എത്തുന്ന രീതിയിൽ നമ്മുടെ സമയങ്ങൾ ക്രമീകരിക്കണമെന്ന് വിനീതമായി കൊണ്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. പലപ്പോഴായിക്കൊണ്ട് ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് ജുമയിൽ പങ്കെടുക്കണമെന്നും അത് മലക്കുകൾ രേഖപ്പെടുത്തുമെന്നും അല്ലാത്ത ആളുകളുടെ പേര് രേഖപ്പെടുത്തില്ല എന്നും ഹദീസുകളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാ അല്ലാഹു എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കി കൊടുക്കണേ. അതാ അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണം. അതാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء بالأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.